പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്ന സമയത്തും അതിനുമുമ്പ് പാർട്ടി സെക്രട്ടറിയായി അധികാരത്തിലിരുന്ന സമയത്തും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന സമയത്തുമൊക്കെ പിണറായി വിജയൻ എന്ന് പറയുന്ന വിജയനെ സഭ്യമായ ഭാഷയിൽ എന്നാൽ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പലരും കരുതുന്ന പോലെ എന്താണ് വിജയനോട് പ്രത്യേകിച്ച് ഷാജഹാന് എന്നുള്ള ചോദ്യം ഉണ്ട്. അങ്ങനെ പലരും ചിന്തിക്കുന്നു. ഷാജഹാനാണ് ഏറ്റവും വലിയ പിണറായി വിരുദ്ധൻ എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത്, വിജയൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിമ്പലാണ്, ഒരു മാതൃകയാണ്. വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ മുന്നിലില്ല. എനിക്ക് വിജയനുമായി വ്യക്തിപരമായി ഒന്നുമില്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള CPM-നെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ബിംബം ആണ് പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ വിജയനെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴൊക്കെ ഞാൻ വിമർശിക്കുന്നു. അപ്പോൾ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഞാനാണ് എന്ന് പറയുമ്പോൾ എനിക്കതിൽ അഭിമാനം തോന്നുന്നത് CPM എന്ന് പറഞ്ഞ ഈ പാർട്ടി നേരിടുന്ന ജീർണതയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ പോരാടുന്ന ഒരാൾ ഞാനാണ് എന്നത് കൊണ്ട് അതൊരു താമ്രപത്രമായിട്ടാണ് ഞാൻ എൻ്റെ പിണറായി വിജയനെതിരായിട്ടുള്ള എൻ്റെ ആക്രമണത്തെ ഞാൻ കാണുന്നത്. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമായി പിണറായി വിജയനോടൊരു ഒരു സ്നേഹം എന്ന് ഞാൻ പറയില്ല, ഒരു എമ്പതി, ഒരു സഹതാപം എനിക്ക് ഇപ്പോൾ തോന്നുകയാണ് എന്ന് പറയാതെ വയ്യ. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അത് വലിയ തോതിൽ വൈറലായി വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന KN ബാലഗോപാൽ, അദ്ദേഹം എന്തോ ഒരു ചർച്ചയുടെ ഇടയിൽ വളരെ വൈകാരികമായി അദ്ദേഹം LOP പറയണം, എന്തിന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വിജയനോട് ഏതാണ്ട് കയർക്കുന്നത് പോലെയുള്ള ഒരു സാഹചര്യം നിയമസഭയിൽ നടന്നത് വലിയ തോതിൽ വൈറലായിട്ടുണ്ട്. അതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തോ വലിയ ശക്തമായിട്ടുള്ള ആക്രമണം ഭരണപക്ഷത്തു നിന്ന് വന്നപ്പോൾ വളരെ നിസ്സംഗഭാവത്തോടു കൂടി പ്രതിപക്ഷ നേതാവ് വിജയൻ ഇരിക്കുന്നത് കണ്ടിട്ടാണ് തൊട്ടപ്പുറത്തിരുന്ന KN ബാലഗോപാൽ ചാടി എഴുന്നേറ്റിട്ട് LOP പറയണം, എന്തിനിങ്ങനെ വെറുതെ ഇരിക്കുന്നത്, എന്തിനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, LOP പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ബാലഗോപാൽ പറയുന്നത് വലിയ തോതിൽ വൈറലായിരിക്കുന്നു. സുഹൃത്തുക്കളെ, എനിക്ക് ആ രംഗം കണ്ടപ്പോൾ എനിക്ക് ആദ്യമായി ഈ വയോവൃദ്ധനോട്, ഈ രോഗഗ്രസ്തനായിട്ടുള്ള വയോവൃദ്ധനോട് എനിക്ക് ആദ്യമായൊരു സഹതാപം തോന്നി എന്ന് ഞാൻ പറയട്ടെ. കാരണം ശക്തമായിട്ടുള്ള ആക്രമണം ഭരണപക്ഷത്തു നിന്ന് വരുമ്പോൾ, വളരെ പ്രകോപനപരമായിട്ടുള്ള ആക്രമണം ഭരണകൂടത്തിൽ നിന്ന് വരുമ്പോൾ നിസ്സംഗനായി നിശബ്ദനായി പ്രതിപക്ഷ നേതാവായിട്ടുള്ള വിജയൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ബാലഗോപാലിന് തൻ്റെ വികാരം നിയന്ത്രിക്കാൻ കഴിയാതെ പോയത്. അങ്ങനെ വന്നപ്പോഴാണ് ബാലഗോപാൽ ചോദിച്ചു, എന്തിനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം, എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയ സുഹൃത്തുക്കളെ, വിജയനെ സംബന്ധിച്ചിടത്തോളം വിജയന് പ്രതികരിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നിട്ടായിരിക്കില്ല, പ്രതികരിക്കണം എന്ന് വിജയൻ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പ്രതികരിക്കണമെന്ന് വിജയൻ ആഗ്രഹം ഉണ്ടായാൽ പോരല്ലോ, വിജയൻ്റെ ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കണ്ടേ? വിജയനെ എഴുന്നേറ്റ് നിൽക്കണമെന്ന് തോന്നുമ്പോൾ പൊടുന്നനെ എഴുന്നേക്കാൻ കഴിയണ്ടേ? പറയണമെന്ന് തോന്നുമ്പോൾ പൊടുന്നനെ പറയാൻ കഴിയണ്ടേ? പറയണമെന്ന് തോന്നുന്നതിനനുസരിച്ച് മുഖത്തെ പേശികൾ അതിനനുസരിച്ച് ചലിക്കണ്ടേ? അങ്ങനെയൊക്കെ ചെയ്താലല്ലേ വിജയന് പൊടുന്നനെ എഴുന്നേക്കാനും ശക്തമായി വൈകാരികമായി തിരിച്ച് പ്രതികരിക്കാൻ കഴിയൂ. അതിന് കഴിയുന്നില്ല വിജയന്. അതുകൊണ്ടാണ് വളരെ പ്രകോപനപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും വിജയൻ പകച്ചിങ്ങനെ ഇരുന്നു കൊണ്ട് ബാലഗോപാലിനെ നോക്കുന്നത് നമ്മൾ കാണുന്നത്. സുഹൃത്തുക്കളെ, ഈ സ്ഥാനത്ത് ഇതേ പ്രായത്തിലുള്ള ഒരു മനുഷ്യൻ 2001-2006 കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്നു. ഈ വിജയൻ്റെ അതേ പ്രായമായിരുന്നു ആ മനുഷ്യൻ അന്നുണ്ടായിരുന്നത്. പക്ഷേ ആ മനുഷ്യൻ്റെ അന്നത്തെ പ്രസംഗം നമ്മൾ ഓർക്കുന്നില്ലേ സുഹൃത്തുക്കളെ? എത്ര ചടുലമായിട്ടുള്ള, എത്ര ശക്തമായിട്ടുള്ള, എത്ര ആർജവത്തോടു കൂടിയുള്ള പ്രസംഗമായിരുന്നു 2001-2006 നമ്മൾ കണ്ടത്, VS അച്യുതാനന്ദനിൽ നമ്മൾ കണ്ടത്. ഏതാണ്ട് അതേ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ ആയിരുന്നു 2011 മുതൽ 2016 വരെയും VS അച്യുതാനന്ദൻ്റെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവെന്നുള്ള പോരാട്ടം. പക്ഷേ ഈ വയോവൃദ്ധന്, ഈ രോഗാതുരനായിട്ടുള്ള മനുഷ്യന്
അത് കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുന്നത് എന്താ? നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണ് ഈ വയോവൃദ്ധനും രോഗഗ്രസ്തനുമായിട്ടുള്ള മനുഷ്യൻ ഈ സഹപ്രവർത്തകരുടെ ഈ ആട്ടും തുപ്പും വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്? എന്തിനാണ് അയാൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്? അന്തസ്സായി ആ സ്ഥാനത്ത് നിന്ന് അയാൾക്ക് മാറിക്കൊടുത്തുകൂടെ? അതല്ലേ അന്തസ്സുള്ളവർ സാധാരണ ചെയ്യാറ്. പക്ഷെ ഇയാൾക്കതിന് കഴിയില്ല. സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു മഹാരാജാവിനെ പോലെ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന, പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും ഒക്കെ ചവിട്ടടിയിൽ വെച്ച് കൊണ്ടു നടന്നിരുന്ന ആ മനുഷ്യനെ, അയാളെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലേക്ക് എറിയല്ലായിരുന്നു ചെയ്തത്. ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞില്ലേ? സ്വന്തം മണ്ഡലത്തിൽ പോലും കട്ടിച്ച് കഴിഞ്ഞ തവണ 50,000 വോട്ടുകൾക്ക് അനുസരിച്ച് ജയിച്ചിരുന്നെങ്കിൽ ഇത്തവണ 19,000 വോട്ടിനാണ് ജയിച്ചത്. അതും കള്ളവോട്ട് കൊണ്ടാണ് ജയിച്ചതെന്നാണ് ഞാൻ വാദിക്കുന്നത്. അതുപോലുള്ളൊരു മനുഷ്യൻ ഇത്രയും വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയാൽ അന്തസ്സുള്ളവരാരായാലും ഞാൻ എൻ്റെ ഈ പണി അവസാനിപ്പിക്കുന്നു കേട്ടോ. എന്നെ ജനങ്ങൾ തിരസ്കരിച്ചു, എന്നെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ സ്ഥാനത്തേക്ക് ഞാനില്ല എന്ന് മാത്രമല്ല, എനിക്ക് 80 വയസ്സ് കഴിഞ്ഞു, എനിക്ക് പലതരം രോഗങ്ങൾ എന്നെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് ഉപരി ജനങ്ങൾ എന്നെ തിരസ്കരിച്ച സാഹചര്യത്തിൽ ഞാൻ ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാനില്ല. എനിക്ക് പകരം ചെറുപ്പക്കാർ വരട്ടെ. അതല്ലേ അന്തസ്സുള്ള ഒരു മനുഷ്യൻ, അന്തസ്സുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അതല്ലേ പറയേണ്ടത് സുഹൃത്തുക്കളെ? കാരണം ഈ മനുഷ്യനായിരുന്നല്ലോ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത്. എന്ന് മാത്രമല്ല, അടുത്ത സർക്കാർ വന്നാലും ഈ മനുഷ്യൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ആ മനുഷ്യനെ വെറുതെ തോൽപ്പിക്കുകയാണോ ജനങ്ങൾ ചെയ്തത്? തോൽപ്പിച്ച് മൂലയ്ക്ക് ഇരുത്തുകയല്ലേ ചെയ്തത്? 99-ൽ നിന്ന് ഏതാണ്ട് 29-ലേക്ക് വന്ന് വീണില്ലേ? 30-33-ലേക്ക് വന്ന് വീണില്ലേ സുഹൃത്തുക്കളെ? ഏതാണ്ട് 64 MLA-മാരുണ്ടായിരുന്നിടത്ത് 29 MLA-മാരിലേക്ക് തകർന്ന് അടിഞ്ഞില്ലേ? ആ നിലയിൽ ഒരു സുസംഘടിതമായ ഒരു തിരിച്ചടിയല്ലേ CPM-ന് കിട്ടിയത്? സ്വാഭാവികമായ അന്തസ്സുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? എൻ്റെ നേതൃത്വത്തിലല്ലേ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ആ നേതൃത്വത്തിനെ ജനങ്ങൾ തിരസ്കരിച്ചു. അതുകൊണ്ട് ഞാനിതാ അന്തസ്സായി പിൻവാങ്ങുന്നു, എൻ്റെ അടുത്ത തലമുറ വരട്ടെ എന്നല്ലേ സാധാരണഗതിയിൽ അന്തസ്സുള്ളവർ പറയുക. എന്നാൽ ഇയാളെന്താ ചെയ്തത്? ഇയാൾ കടിച്ചു തൂങ്ങുകയാണ് അവിടെ. കാരണം ഇയാൾക്ക് അധികാരമില്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഇയാൾക്ക് തോറ്റു തുന്നം പാടിയിട്ടും പ്രതിപക്ഷ നേതാവ് ആവണം, അല്ലാതെ അയാൾക്ക് നിലനിൽപ്പില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ കുറഞ്ഞ നിലയിലുള്ള അധികാരമെങ്കിലും അയാൾക്ക് വേണം. അയാൾക്കൊരു വണ്ടി വേണം, അയാൾക്കൊരു ഔദ്യോഗിക ഭവനം വേണം, അയാൾക്ക് കുറേ സ്റ്റാഫ് വേണം, അയാളുടെ ചിലവെല്ലാം അടുത്ത 5 വർഷത്തേക്കും സർക്കാർ എടുക്കണം. അതല്ലാതെ അയാൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. പക്ഷെ അതുകൊണ്ടുള്ള ദുരിതം എന്താണ് എന്നതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ നിയമസഭയ്ക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ബാലഗോപാൽ എന്താ പറഞ്ഞത്? ബാലഗോപാൽ പറഞ്ഞത്, വയോവൃദ്ധ നിങ്ങൾ എഴുന്നേറ്റ് തിരിച്ചടിക്കൂ, നിങ്ങൾ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്നല്ലേ ബാലഗോപാൽ ചോദിച്ചത്. യഥാർത്ഥത്തിൽ ഈ വയോവൃദ്ധൻ, ഈ രോഗഗ്രസ്തൻ, ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനം വഹിക്കുന്നതിൻ്റെ ദുരിതം CPM അല്ലേ വഹിക്കേണ്ടി വരുന്നത് സുഹൃത്തുക്കളെ? പ്രതിപക്ഷമല്ലേ വഹിക്കേണ്ടി വരുന്നത്? യഥാർത്ഥത്തിൽ 102 പേര് അപ്പുറത്തിരിക്കുകയാണ്. ഇപ്പുറത്തെ എണ്ണം കുറവാണെങ്കിലും ഊർജ്ജസ്വലതയുള്ള നേതാക്കന്മാർ വേണ്ടിയിരുന്നില്ല ഇപ്പുറത്തുനിന്ന് ഇതിന് നേതൃത്വം കൊടുക്കാൻ. അങ്ങനെയുള്ളവരൊക്കെ അതിനകത്ത് വളരെ കുറവാണ്. എന്നാൽ പോലും ഉള്ളതിൽ ഭേദം KN ബാലഗോപാലായിരുന്നില്ലേ? നമുക്കറിയാമല്ലോ, 2001-ൽ 99 ഉണ്ടായിരുന്നു UDF-ന്, 47 LDF-നുണ്ടായിരുന്നു. പക്ഷേ LDF-ന് നേതൃത്വം കൊടുത്തത് PS അച്യുതാനന്ദൻ എന്ന ഊർജ്ജസ്വലനായിരുന്നു. 2011, 2016 കാലഘട്ടത്തിൽ 68 പേരുണ്ടായിരുന്നു. അന്നും ഊർജ്ജസ്വലനായ അച്യുതാനന്ദനായിരുന്നു നേതൃത്വം കൊടുത്തത്. ഇതുപോലെ രോഗഗ്രസ്തനും വയോവൃദ്ധനായിട്ടുള്ള രോഗഗ്രസ്തനായിരുന്നില്ല. അപ്പോൾ ഇയാൾ ഈ സ്ഥാനത്ത് കടിച്ചു തൂങ്ങുന്നത് കൊണ്ട് പ്രതിപക്ഷത്തിനും CPM-നുമാണ് ദുരിതം, അവരാണ് പ്രതിസന്ധി നേരിടുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നിയമസഭയിൽ കണ്ടത്. അതുകൊണ്ട് എനിക്ക് ഈ വയോവൃദ്ധനും രോഗഗ്രസ്തനുമായിട്ടുള്ള വിജയനോട് പറയാനുള്ളത്,
വിജയ, നിങ്ങൾ അന്തസ്സായി നിങ്ങൾ ഇനിയെങ്കിലും ഒഴിഞ്ഞു കൊടുക്കൂ. നിങ്ങൾ ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനായിട്ടുള്ള നിങ്ങൾ ഈ നിയമസഭയ്ക്കകത്തും കിടന്ന് ആട്ടും തുപ്പും വാങ്ങുന്നത് കാണുന്നതിൽ ഒരല്പം വിഷമം ഞങ്ങളെപ്പോലുള്ള വിമർശകർക്ക് പോലും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്.